ഒരു തടാകത്തിന് ചുറ്റും അങ്ങിങ്ങായി 500-ലധികം മനുഷ്യരുടെ അസ്ഥികൾ ചിതറിക്കിടക്കുന്നു. ആരെന്നോ എന്തെന്നോ അറിയാത്ത ഒരു പറ്റം മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ. 1942 ഒരു ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഗാർഡാണ് ഈ അസ്ഥികൂടങ്ങൾ ആദ്യമായി കണ്ടെത്തിയത്. ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ പ്രദേശത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 5029 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രൂപ്കുണ്ട് തടാകത്തിലും പരിസരത്തുമായി മനുഷ്യരുടെ ഒട്ടേറെ അസ്ഥികൾ ചിതറിക്കിടക്കുന്നു. ഈ വാർത്ത അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതോടെ ഇതിന് പിന്നിലെ നിഗൂഢതയെ തേടി ഗവേഷകരുടെ യാത്ര ആരംഭിച്ചു. ലേക്ക് ഓഫ് സ്കെൽറ്റൻ അഥവാ അസ്ഥികളുടെ തടാകം എന്നാണ് രൂപ്കുണ്ട് തടാകം അറിയപ്പെടുന്നത്. ഗവേഷകരുടെ തിരച്ചിലിന്റെ ഫലമായി 500-ലധികം അസ്ഥികളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത്. പക്ഷേ ഇതാരുടെ അസ്ഥികളാണെന്നതിൽ നിരവധി കഥകൾ പരക്കുന്നുണ്ട്. 1841 ടിബറ്റിൽ നടന്ന ഒരു യുദ്ധത്തിന് ശേഷം മടങ്ങി വരികയായിരുന്ന കശ്മീരി പട്ടാളക്കാർ വഴിതെറ്റി ഈ തടാകത്തിനടുത്തെത്തിയപ്പോൾ അപകടത്തിൽ അകപ്പെട്ടു പോയതാണ് എന്നൊരു കഥയുണ്ട്. ഹിമാലയ തീർത്ഥാടനത്തിന് പോയ കന്യാകുബ് രാജാവിന്റെ സംഘത്തെ പരിതന്റെ സരങ്ങൾ അശുദ്ധമാക്കിയതിൽ കോപിച്ച് നന്ദാദേവി പർവ്വതം ആലിപ്പഴം വർഷിച്ച് കൊന്നൊടുക്കിയതാണ് എന്നതാണ് മറ്റൊരു കഥ. ഇവിടെ നിന്ന് ലഭിച്ച ചില അസ്ഥികൂടങ്ങളുടെ തലയോട്ടികളിൽ ആലിപ്പഴം വീഴുന്നത് മൂലമുണ്ടായ ക്ഷതങ്ങളുടെ അടയാളങ്ങൾ ഗവേഷകർക്ക് ലഭിച്ചിരുന്നു. 1960-കളിൽ ഇവിടെ നിന്ന് ശേഖരിച്ച ഏതാനും അസ്ഥിശകലങ്ങൾ കാർബൺ ഡേറ്റിംഗിന് വിധേയമാക്കിയപ്പോൾ അവർ ജീവിച്ചിരുന്നത് CE 12-15 നൂറ്റാണ്ടുകൾക്കിടയിലാകാമെന്ന് ഗവേഷകർ അനുമാനത്തിലെത്തി. പിന്നീട് 2004 വീണ്ടും അസ്ഥിശകലങ്ങളും മാംസഭാഗങ്ങളും ശേഖരിച്ച് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠനവിധേയമാക്കിയപ്പോൾ അവയുടെ കാലം CE 850-880 കാലഘട്ടത്തിന്റെ ഇടയിലായിരിക്കുമെന്നും നിരീക്ഷണങ്ങളുണ്ടായി. എന്നാൽ ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല ഇവിടെ മരിച്ചത്. ഇവിടെ നിന്നും കിട്ടിയ 38 അസ്ഥികൂടങ്ങൾ പരിശോധിച്ചപ്പോൾ അവ ജനിതകപരമായി വ്യത്യസ്ത 3 ഗ്രൂപ്പുകളുടേതാണെന്നും 1000 വർഷത്തിനിടയിൽ പലതവണയായി തടാകത്തിൽ നിക്ഷേപിച്ചതാണെന്നും മറ്റൊരു പുതിയ പഠനം കണ്ടെത്തി. തടാകം സന്ദർശിക്കുന്ന സഞ്ചാരികൾ ഇവിടുത്തെ അസ്ഥികൾ പെറുക്കി കൂടെ കൊണ്ടുപോകുന്നതിനാൽ ഇത് തടയാനായി സർക്കാർ ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ രൂപ്കുണ്ടിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ആ മനുഷ്യർ എന്തിന്, എപ്പോൾ, എങ്ങനെ അവിടെ എത്തി, എങ്ങനെ അവർ മരിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾ ഇന്നും നിഗൂഢമായി തുടരുന്നു.